ആദിപരാശക്തിയേ നമഃ. ശ്രീ ലളിത സഹസ്രനാമ സ്തോത്രം ആദിപരാശക്തിയുടെ കേശാദിപാദ വർണ്ണനയിൽ 81 ശ്ലോകം 366 നാമപദം പരാ. പരാ എന്ന ശബ്ദബ്രഹ്മസ്വരൂപിണിയായ ദേവി എന്നാണ് ഇവിടെ സംബോധന. ഈ നാമം മുതൽ ഏതാനും നാമങ്ങളിലൂടെ ശബ്ദബ്രഹ്മത്തിൻ്റെ 4 അവസ്ഥകളെയാണ് കാണിച്ചു തരുന്നത്. പര, പശ്യന്തി, മധ്യമ, വൈഖരി എന്നിവയാണ് ഈ 4 അവസ്ഥകൾ. അതായത് ശബ്ദം എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുന്നത് എന്നാണ് ഇതിൽ വിവരിക്കുക. നാം എന്തെങ്കിലും സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്ന മാത്രയിൽ തന്നെ മൂലാധാരത്തിൽ ശബ്ദബ്രഹ്മം നിഷ്പന്ദമായി പ്രകാശിക്കുന്നു. ആ ബോധത്തിൽ നിന്നും വേർപെടാതെ നിൽക്കുന്ന അവസ്ഥയ്ക്കാണ് പര എന്ന് പറയുക. അതിനുശേഷം ശബ്ദം അവിടെ നിന്നും നാഭീദേശത്തുള്ള സ്വാധിഷ്ഠാനം വരെ ഉയർന്ന് മനസ്സോട് ചേരുന്ന അവസ്ഥയ്ക്കാണ് പശ്യന്തി എന്ന് പറയുക. മനസ്സിൽ ശബ്ദം ഉണരുന്നത് അപ്പോഴാണ്. അവിടെ നിന്നും വീണ്ടും അത് ഉയർന്ന് ഹൃദയത്തിലെ അനഹത ചക്രത്തിലെത്തി ബുദ്ധിയുമായി യോജിച്ച് പൂർണ്ണവികാസം പ്രാപിക്കുന്ന അവസ്ഥയ്ക്ക് മധ്യമ എന്ന് പറയും. വാക്ക് അവിടെ പൂർണ്ണ വളർച്ച എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് ശബ്ദരൂപത്തിൽ പുറത്തു വരുന്നതിനെയാണ് വൈഖരി എന്ന് പറയുക. ഈ 4 അവസ്ഥകളിലും വർദ്ധിക്കുന്ന ശബ്ദബ്രഹ്മമാണ് ദേവി. 367 നാമപദം പ്രത്യക്ഷിതീരൂപ. ആന്തര ബോധസ്വരൂപിണിയാണ് ദേവി. നമ്മുടെ ഉള്ളിൽ അനുഭവപ്പെടുന്ന ആ ബോധം തന്നെയാണ് ദേവി. ഇത് വാക്കിൻ്റെ പര എന്ന അവസ്ഥയുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. 368 നാമപദം പശ്യന്തി. പശ്യന്തി എന്ന വാക്സ്വരൂപിണിയായ ദേവി, സർവവും തന്നിൽ കാണുന്ന ദേവി. 369 പരദേവത. പരദേവതയായ ദേവി. ദേവി ജഗദംബയാണ്. എല്ലാ ജീവജാലങ്ങളിലും വാത്സല്യം പൊഴിക്കുന്ന സകല ദേവതകൾക്കും ശക്തി നൽകുന്ന ഈ ദേവിയെ പരദേവത എന്നാണ് സംബോധന. 370 നാമപദം മധ്യമ. മധ്യമ എന്ന വാഗ്രൂപിണിയായ ദേവി. 371 നാമപദം വൈഖരീരൂപ. വൈഖരി എന്ന വാഗ്രൂപയായ ദേവി. ഇങ്ങനെ ഈ നാമപദങ്ങളിലൂടെ വാക്കിൻ്റെ 4 അവസ്ഥകളെയും കാണിച്ചു തരുന്നു. 372 നാമപദം ഭക്തമാനസഹംസിക. ഭക്തന്മാരുടെ മാനസ സരസിലെ അരയന്നപ്പിടയാണ് ദേവി. അതായത് ബ്രഹ്മാവ് തൻ്റെ മനസ്സുകൊണ്ട് കൈലാസത്തിൽ സൃഷ്ടിച്ച ഒരു തടാകമാണ് മാനസ സരസ്. അവിടെ അരയന്നങ്ങൾ ഇങ്ങനെ നീന്തി തുടിക്കുന്നു. അതുപോലെയാണ് ദേവി ഭക്തഹൃദയങ്ങളിലും വിഹരിക്കുന്നത്. 373 നാമപദം കാമേശ്വര പ്രാണനാഠി. പരമശിവൻ്റെ പ്രാണനാഠിയാണ് ദേവി. 374 കൃതജ്ഞ. ജീവികളുടെ കർമ്മങ്ങളെയെല്ലാം അറിയുന്ന ദേവിയാണ്. എല്ലാറ്റിനും സാക്ഷിരൂപമായ ആത്മാവിനെ അറിയുന്ന ദേവിയാണ്. 375 കാമപൂജിത. ശ്രീ വിദ്യോപാസകനായ കാമദേവനാൽ പൂജിക്കപ്പെടുന്ന ദേവിയാണ്. ഇത് കാമരൂപം എന്ന ദേവീ പീഠത്തെയും കുറിക്കുന്നു. 376 ശൃംഗാരരസസമ്പൂർണ. ശൃംഗാരരസം നിറഞ്ഞ ദേവി. ദേവിയുടെ ആ വിവിധ രൂപങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു രൂപമാണ് ശൃംഗാരരസം നിറഞ്ഞ ആ ഒരു രൂപം. 377 നാമപദം ജയ. വിജയിയാണ് ദേവി. വരാഹഗിരിയിൽ ജയ എന്ന പേരിലൊരു ദേവി സ്ഥിതി ചെയ്യുന്നു. 378 ജാലന്ധരസ്ഥിത. ജാലന്ധരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവിയാണ്. അതായത് ജാലന്ധര ക്ഷേത്രത്തിൽ ദേവിക്ക് വിഷ്ണുമുഖി എന്നൊരു പേരും ഉണ്ട്. 379 നാമം ഓഠ്യാണപീഠനിലയ. ഓഠ്യാണപീഠത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവി. അതായത് പ്രളയാന്ത്യത്തിൽ ബ്രഹ്മത്തിൽ നിന്നും ജീവികളും
അവയുടെ കർമ്മങ്ങളും രൂപം കൊള്ളുവാൻ തുടങ്ങുകയും അവ പൂർണ്ണരൂപം കൈക്കൊള്ളുന്നത് വരെയുള്ള 4 അവസ്ഥകളാണ് അവ്യക്തം, ഈശ്വരൻ, ഹിരണ്യഗർഭൻ, വിരാട് എന്നിവ. ഇത് അധിദൈവത ഭാവത്തിലാണ്. ഇവയുടെ സദൃശ്യമായിട്ടുള്ള അധിഭൂത ഭാവത്തിലുള്ളതാണ് കാമരൂപം, പൂർണ്ണഗിരി, ജാലന്ധരം, ഓഢ്യാണം എന്നിവ. ഇത് ശരീരത്തിലെ ഓരോ സ്ഥാനങ്ങളാണ്. നേരത്തെ നാം മനസ്സിലാക്കിയിട്ടുള്ള മൂലാധാരം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്നീ ചക്രങ്ങളാണിവ. കാമപൂജിത എന്ന നാമത്തിൽ കാമരൂപമാണ് വർണ്ണിക്കപ്പെട്ടത്, മൂലാധാരത്തെയാണ് കാണിക്കുന്നത്. ശൃംഗാരരസ സമ്പൂർണ എന്ന നാമത്തിൽ പൂർണ്ണഗിരി അഥവാ അനാഹതത്തെയാണ് കാണിക്കുന്നത്. വീണ്ടും ജാലന്ധരം അതുപോലെ ഓഢ്യാണപീഠം ഇവയിൽ മറ്റു 2 സ്ഥാനങ്ങളെയും ചക്രങ്ങളെയുമാണ് കാണിക്കുന്നത്. 380 ബിന്ദുമണ്ഡലവാസിനി, ബിന്ദുമണ്ഡലത്തിൽ വസിക്കുന്ന ദേവി. ഇവിടെ ശ്രീചക്രത്തിൽ ഇത് സർവാനന്ദമയ ചക്രമാണ്. മനുഷ്യ ശരീരത്തിൽ ഇത് ബ്രഹ്മരന്ധ്രത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് 2 ദേവിയുടെ വാസസ്ഥാനങ്ങളുമാണ്. 381 രഹോയോഗ ക്രമാരാധ്യ, രഹസ്യമായ യാഗക്രമം കൊണ്ട് ആരാധിക്കപ്പെടേണ്ടുന്ന ദേവി. ചിത്ത് എന്ന ആ അഗ്നിയിൽ പുണ്യപാപങ്ങളെ ഹോമിക്കുന്നതാണ് രഹോയാഗം. നിരന്തരമായിട്ടുള്ള ആത്മാനുസന്ധാനം എന്നാണ് ഇതിൻ്റെ അർത്ഥം. കുണ്ഡലിനി ശക്തി സഹസ്രാര പത്മത്തിലെത്തി അവിടെ ശിവനുമായി യോജിക്കുന്നതിനും രഹോയാഗം എന്ന് പറയുന്നു. 382 രഹസ്തർപ്പണ തർപ്പിത, രഹസ്യ തർപ്പണത്താൽ സന്തോഷിക്കുന്ന ദേവി. 383 സത്യപ്രസാദിനി, വേഗത്തിൽ പ്രസന്നയാവുന്ന ദേവി. 384 വിശ്വസാക്ഷിണി, പ്രപഞ്ചസാക്ഷിയാണ് ദേവി. ദേവി ആത്മരൂപത്തിൽ സാക്ഷിയായി നമ്മുടെ അന്തഃകരണത്തിലും സ്ഥിതി ചെയ്യുന്നുണ്ട്. 385 സാക്ഷിവർജിത, സാക്ഷിയായി ആരുമില്ലാത്തവൾ. കാരണം എല്ലാറ്റിനും സാക്ഷിയാണല്ലോ ദേവി. ദേവിക്ക് സാക്ഷിയുടെ ആവശ്യമേ ഇല്ല. 386 ഷഡംഗദേവതായുക്ത, ഷഡ് അംഗ, 6 അംഗങ്ങളുടെ ദേവതയാണ്. ഹൃദയം, ശിരസ്, ശിഖ, നേത്രം, കവചം, അസ്ത്രം എന്നിവയാണ് ന്യാസത്തിലെ 6 അംഗങ്ങൾ. ഇവയുടെ എല്ലാം ദേവതയാണ്. 387 ഷഡ്ഗുണ്യ പരിപൂരിത, ഷഡ്ഗുണ്യ പരിപൂരിത എന്നാൽ ഷഡ്ഗുണങ്ങൾ, 6 ഗുണങ്ങൾ നിറഞ്ഞ ദേവി. സമ്പത്ത്, ധർമ്മം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം എന്നിവയാണ് ഈ 6 ഗുണങ്ങൾ. 388 നിത്യക്ലിന്ന, എപ്പോഴും കരുണാമയിയായിരിക്കുന്ന ദേവി. നിത്യക്ലിന്ന എന്നത് തിഥി ദേവതയും ആണ്. 389 നിരുപമ, അതുല്യയാണ് ദേവി. 390 നിർവാണ സുഖദായിനി, നിർവാണ സുഖം നമുക്ക് നൽകുന്ന ദേവിയാണ്. വാണം അഥവാ ബാണം എന്ന ശബ്ദത്തിന് ശരീരം എന്നാണ് അർത്ഥം. നിർവാണം എന്നാൽ ശരീരമില്ലാത്ത അവസ്ഥ അഥവാ മുക്തി. 391 നിത്യാഷോഡശികാരൂപ, ഷോഡശിക 16 നിത്യാദേവതകളുടെയും സ്വരൂപത്തിലുള്ള ദേവി. നിത്യാദേവതമാരെ നാം നേരത്തെ കണ്ടിരുന്നു. 392 ശ്രീകണ്ഠാർത്ഥ ശരീരിണി, ശ്രീ പരമേശ്വരൻ്റെ പകുതി ശരീരമായ ദേവി. ശ്രീ പരമേശ്വരനും പാർവതിയുമായി ചേർന്ന അർദ്ധനാരീശ്വര സങ്കല്പം. 393 പ്രഭാവതി, പ്രഭാവതിയായ ദേവി. 394 പ്രഭാരൂപ, പ്രഭയുടെ രൂപത്തിലുള്ള ദേവി. 395 പ്രസിദ്ധ, പ്രസിദ്ധയാണ് ദേവി. 396 പരമേശ്വരി, പരമേശ്വരിയായ ദേവി. 397 മൂലപ്രകൃതി, മൂലപ്രകൃതിയായ ദേവി. സാഖ്യമതപ്രകാരം എല്ലാ വസ്തുക്കളുടെയും ഉദ്ഭവസ്ഥാനമാണ് മൂലപ്രകൃതി. ശ്രീവിദ്യാമന്ത്രത്തിൻ്റെ ഉദ്ഭവസ്ഥാനമെന്നും കുണ്ഡലിനി എന്നും ഒക്കെ ഈ നാമത്തിന് അർത്ഥമുണ്ട്.
396 അവ്യക്തയായ ദേവി. 399 വ്യക്താവ്യക്ത സ്വരൂപിണി, വ്യക്തവും അവ്യക്തവുമായ സ്വരൂപത്തോടു കൂടിയ ദേവിയാണ്. 400 വ്യാപിനി, എങ്ങും വ്യാപിച്ചിരിക്കുന്ന ദേവി. ഈ ലോകത്തെ, പ്രപഞ്ചത്തെ ഒക്കെ സൃഷ്ടിച്ച് ദേവി അതിലെങ്ങും നിറഞ്ഞു നിൽക്കുകയാണ്. 401 വിവിധാകാര, വിവിധ സ്വരൂപങ്ങളുള്ള ദേവി. 402 വിദ്യാവിദ്യസ്വരൂപിണി, വിദ്യയുടെയും അവിദ്യയുടെയും സ്വരൂപത്തിലാണ് ദേവി. മായയുടെ രൂപങ്ങളാണല്ലോ വിദ്യയും അവിദ്യയും. ഈശ്വരനെയൊക്കെ നയിക്കുന്നത് വിദ്യ, ഈശ്വരനിൽ നിന്നും അകറ്റുന്നത് അവിദ്യ. 403 മഹാകാമേശ നയന കുമുദാഹ്ലാദ കൗമുദി, മഹാകാമേശൻ്റെ, ശ്രീ പരമേശ്വരൻ്റെ നയനങ്ങൾ, കണ്ണുകളാകുന്ന കുമുദം, ആമ്പൽപ്പൂക്കളെ ആഹ്ലാദിപ്പിക്കുന്ന കൗമുദി, ചന്ദ്രികയാണ് ദേവി. അതായത് ദേവിയെ കാണുമ്പോൾ ശ്രീ പരമേശ്വരൻ്റെ കണ്ണുകൾ പൂർണ്ണചന്ദ്രനെ കണ്ട ആമ്പൽപ്പൂക്കളെ പോലെ സന്തോഷത്താൽ വികസിക്കുന്നു. 404 ഭക്തഹാർദ തമോഭേദ ഭാനുമത് ഭാനുസന്തതി, ഭക്തഹൃദയങ്ങളിലെ ഇരുട്ടകറ്റുന്ന സൂര്യകിരണങ്ങളാണ് ദേവി. അജ്ഞാനമാണല്ലോ ഇരുട്ട്. ദേവീ കൃപയാൽ സൂര്യോദയത്തിൽ ഇരുട്ടെന്ന പോലെ നമ്മുടെ ഹൃദയത്തിലെ അജ്ഞാനവും നീങ്ങുന്നു. 405 ശിവദൂതി, ശിവനെ ദൂതനാക്കിയിരിക്കുന്ന ദേവി. 406 ശിവാരാധ്യ, ശിവനാൽ ആരാധിക്കപ്പെടുന്ന ദേവി. 407 ശിവമൂർത്തി, ശിവസ്വരൂപിണിയാണ് ദേവി. ശിവനും ദേവിയും ഒക്കെ ഒന്നു തന്നെയാണ് എന്നാണ് ഈ നാമം സൂചിപ്പിക്കുന്നത്. 408 ശിവങ്കരി, സർവമംഗളങ്ങളും നൽകുന്ന ദേവി. 409 ശിവപ്രിയ, ശിവന്, പരമേശ്വരന് അത്യന്തം പ്രിയങ്കരിയായ ദേവി. ശിവപര 410 ശിവനിൽ അതീവ താല്പര്യമുള്ള ദേവി. 411 ശിഷ്ടേഷ്ട, ശിഷ്ടന്മാർക്ക് പ്രിയപ്പെട്ട ദേവി. 412 ശിഷ്ടപൂജിത, ശിഷ്ടരാൽ പൂജിക്കപ്പെടുന്ന ദേവി. 413 അപ്രമേയ, അളക്കാനാവാത്ത ദേവി. ത്രിമൂർത്തികളാൽ മാത്രം നന്നായി അറിയപ്പെടുന്നവൾ എന്നും മറ്റൊരർത്ഥം. 414 സ്വപ്രകാശ, സ്വയം പ്രകാശസ്വരൂപിണിയായ ദേവി. 415 മനോവാചാമഗോചര, മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും അറിയാനാവാത്ത ദേവി. ഇങ്ങനെ ദേവീ നാമരൂപങ്ങളിലൂടെ ദേവീ തത്വത്തെ കൂടുതൽ മനസ്സിലാക്കുവാനുള്ള നമ്മുടെ ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുന്നു.